ഇറാൻ എന്ന രാജ്യം റഷ്യയുടെ സഖ്യകക്ഷിയെ പോലെ തന്നെയാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. റഷ്യക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ലോകരാജ്യങ്ങൾക്കിടയിൽ റഷ്യ എന്നത് ഇപ്പോഴും ഒരു സൂപ്പർ പവർ തന്നെയാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നു, തകർക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും US അറിയാം റഷ്യ എന്ന രാജ്യം സുരക്ഷാ സമിതിയിൽ US കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ചൈനയെ പോലും പല കാര്യങ്ങളിലും റഷ്യക്ക് മറികടക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ട്. ചൈനയുടെ GDP കുതിച്ചു കയറുന്നു. അവരുടെ വ്യാവസായിക രംഗത്ത്, അവരുടെ നിരവധിയായിട്ടുള്ള സർവീസ് രംഗത്തൊക്കെ വലിയ വികസനമുണ്ടെങ്കിലും റഷ്യ എന്ന രാജ്യത്തിൻ്റെ ആ മതിപ്പ് ഇതുവരെയും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് നടത്തിയ ചർച്ച എങ്ങും എവിടെയും എത്താതെ പോയപ്പോൾ ട്രംപ് രോക്ഷാകുലനായത്. എന്നാൽ മോസ്കോയിൽ ചായ സൽക്കാരത്തിന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് പുടിൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയായിരുന്നു. താൽക്കാലികമായി ചർച്ചയ്ക്ക് വിരാമം, എന്നാൽ ചർച്ച പരിപൂർണമായി അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പുടിൻ പറഞ്ഞു. അതൊരു ആശ്വാസവാക്കാണ്. ട്രംപിന് വേണമെങ്കിൽ വീണ്ടും വീണ്ടും തന്നെ വിശ്വസിക്കുന്ന മാധ്യമങ്ങളോടൊക്കെ പറയാം, ഞാൻ പുടിനുമായി ഇനിയും ഡീൽ നടത്തുമെന്നൊക്കെ. പുടിൻ പക്ഷേ ഒരു കോലൊടിച്ചിട്ടാൽ അതിട്ടത് തന്നെയാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ തൊട്ട് കളിക്കുന്ന ഇസ്രയേലിന് മുട്ടൻ പണിയൊരുക്കാനാണ് റഷ്യയുടെ നീക്കം. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചമാക്കേണ്ടതുണ്ട് എന്ന് റഷ്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. നമുക്കറിയാം, റഷ്യ പ്രകോപനം തീർക്കുന്ന രീതിയിലുള്ള നിലപാടുകളൊന്നും തന്നെ അമേരിക്കയ്ക്ക് കൊടുക്കാറില്ല. എന്നാൽ അമേരിക്ക പൊള്ളത്തരങ്ങൾ പലതും തട്ടിവിടാറുമുണ്ട്. ഫോർദോയിലും ഇസ്ഫഹാനിലുമൊക്കെ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു എന്നും അവയൊക്കെ നശിച്ച് നാമാവിശേഷമായി എന്നൊക്കെ തള്ളിമറിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പക്ഷേ യാഥാർത്ഥ്യം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കി. ഖമനേയി പറഞ്ഞു, ഞങ്ങളുടെ ഒരു ആണവ നിലയത്തിനും ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ സമ്പുഷ്ടീകരണ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും, ഞങ്ങൾക്ക് പരിപൂർണമായ സഹകരണം റഷ്യയുടെ ഭാഗത്തു നിന്നും റഷ്യൻ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉറപ്പുവരുത്തി. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഭയക്കുന്നത്? അമേരിക്കയുമായി ഒരു ന്യൂക്ലിയർ ഡീൽ മനസ്സില്ല എന്ന് തന്നെയാണ് കൃത്യമായി ഖമനേയി പറഞ്ഞിരിക്കുന്നത്. പോയി പണി നോക്കാൻ പറഞ്ഞു ഡൊണാൾഡ് ട്രംപിനോട്. കാരണം ഇത് 21ാം നൂറ്റാണ്ടാണ്, ഇത് വർഷം 2025ആണ്. 2 കൊല്ലത്തോളമായി ഗാസയിൽ നടത്തുന്ന അധിനിവേശ പ്രവർത്തനങ്ങളിൽ ഇസ്രയേലിനെ വീണ്ടും വീണ്ടും മൂട്ടിക്കൊടുക്കുന്നവർക്ക് മാപ്പില്ല. ഒരു ന്യൂക്ലിയർ ഡീലുമില്ല. എന്തെന്ന് വെച്ചാൽ ചെയ്യ്. കൃത്യമായി ഖമനേയി 2 കൽപ്പിച്ചിറങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് പല കാര്യങ്ങളിലും മുട്ടുവിറയ്ക്കും.